ക്രിസ്തയേശുവിൽ സ്നേഹവന്ദനം. വിശുദ്ധ നോയമ്പിൻ്റെ 39-ാം ദിവസത്തിൻ്റെ ചിന്താവിഷയം അർപ്പണമായ ആരാധന, വർഷിപ്പ് ആൻഡ് ഓഫറിംഗ്. ഇതിനെ ആസ്പദമായിട്ടുള്ള വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 41 മുതൽ 44 വരെയുള്ള വാക്യങ്ങളാണ്. നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത് വിധവയുടെ കാണിക്കയാണ്. ഒരു വിധവ, ദരിദ്രയായ ഒരു വിധവ 1 പൈസയ്ക്ക് ശരിയായ 2 കാശിട്ടു. അപ്പോൾ യേശു ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച്, ഭണ്ഡാരത്തിലിട്ട എല്ലാവരേക്കാളും ഈ ദരിദ്രയായ വിധവ അധികം ഇട്ടിരിക്കുന്നു. എല്ലാവരും സമൃദ്ധിയിൽ നിന്നിട്ടു, ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്നും തനിക്കുള്ളതൊക്കെയും തൻ്റെ ഉപജീവനം മുഴുവനും ഇട്ട് എന്ന് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. കാപട്യത്തിൽ ആത്മീയതയോടെ ജീവിക്കുന്ന ഇന്നീ കാലഘട്ടത്തിൽ തൻ്റെ ഇല്ലായ്മയിൽ നിന്നും സമൃദ്ധിയിൽ വിധവയായ ആ ദരിദ്ര 2 കാണിക്ക 2 കാശ് ഇട്ടു എന്നാണ് യേശു ശിഷ്യന്മാരോട് പറയുന്നത്. യേശു നമ്മൾ എത്ര കൊടുത്തു എന്നല്ല, ഇനിയും നമ്മുടെ കയ്യിൽ എത്ര ബാക്കിയുണ്ട് എന്നതാണ് നോക്കുന്നത്. 1-ാം പാഠഭാഗത്ത് കയീനെയും ഹാബേലിനെയും നമ്മൾ കാണുന്നുണ്ട്. കയീൻ കൃഷിക്കാരനായിരുന്നു. ഹാബേൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന്, കടിഞ്ഞൂലുകളിൽ നിന്നും അവരുടെ മേധസ്സിൽ നിന്നും തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. എന്നാൽ കയീനാവട്ടെ, കയീൻ നിലത്തെ അനുഭവത്തിൽ നിന്നും യഹോവയ്ക്കൊരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ കയീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല, ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു. കയീൻ ഹാബേലിനോട് കയർത്ത് അവനെ കൊന്നു. യാഗം അർപ്പിക്കുന്ന മനുഷ്യ ഹൃദയത്തിൻ്റെ ഭക്തിയാണ് പ്രധാനം. യാഗമൃഗം വെറും പ്രതീകം മാത്രമാണ്. ആരാധന എന്നത് ദൈവത്തിന് ദൈവികവും മഹത്വവും ബഹുമാനവും അർപ്പിക്കുന്നതാണ് ആരാധന. ആരാധനയുടെ പൂർത്തീകരണം ദൈവത്തോടുള്ള അനുസരണത്തിൻ്റെ അധിഷ്ഠിതമാണ്. ക്രിസ്തു സഭ ക്രിസ്തുവിൻ്റെ ഭൂമിയിലെ ശരീരം മാത്രമല്ല, ദൈവിക ശുശ്രൂഷയുടെ മന്ദിരവുമാണ്. ദൈവത്തിന് വഴിപാട് അർപ്പിക്കുകയും അവനിൽ നിന്ന് അനുഗ്രഹങ്ങളും പ്രാപിക്കുന്നതുമാണ് ഈ ശുശ്രൂഷ. ഈ നൊയമ്പിൻ്റെ സമയത്ത് അർപ്പണമായൊരു ആരാധന പ്രാർത്ഥനയോടുകൂടി ചെയ്യുവാൻ നമുക്ക് സാധിക്കട്ടെ. കാപട്യം നിറഞ്ഞൊരു ആത്മീയതയല്ല, അർപ്പണത്തോടു കൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരാധിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.